അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഒരു കോൺഗ്രസ് പ്രതിനിധിക്ക് ഒരു വിഷയം വിശദീകരിക്കാൻ ഉണ്ടാകുന്ന പരിമിതി എത്രയാണ് എന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അഡ്വക്കേറ്റ് വി ആർ അനൂപ് സംസാരിക്കുന്ന സമയത്ത്. ഇത് സാധാരണഗതിയിൽ പറഞ്ഞ വാക്ക് എന്ന ഒരു കാര്യം ഓർമ്മയുടെ എവിടെയെങ്കിലുമുള്ള മനുഷ്യർക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഓർമ്മയിൽ ഇല്ലാത്തവർക്ക് ഭരണസാരഥ്യം കിട്ടുന്ന സമയത്ത് സുഗമമായതിനെ വിശദീകരിക്കാനും സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഒഫീഷ്യൽ പ്രതിനിധി തന്നെയാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഭരണപരമായിട്ടുള്ള തീരുമാനം, അതിൻ്റെ വേണ്ടിയിട്ടുള്ളൊരു നിസ്സഹായ സാഹചര്യം എന്നെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു, ഇത് ശരിക്കും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. UDFന്റെ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. നമുക്കറിയാം UDFന്റെ എടുക്കുന്ന തീരുമാനമാണ് ഗവൺമെന്റ് നടപ്പാക്കുക, അതാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചു, എല്ലാ തരത്തിലും കേന്ദ്ര ഗവൺമെന്റിന് കീഴടങ്ങാൻ തീരുമാനിച്ചു. നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞു എന്നതുകൊണ്ട് അവർ അതിൻ്റെതായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടു. ഞാൻ അതിനെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. എന്താണ് ഈ നിസ്സഹായ സാഹചര്യം? അത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്, UDF നേതാക്കന്മാരുണ്ട്. ആ നിസ്സഹായ സാഹചര്യം എന്ന് പറയുന്നത് RSSന്റെ ഇംഗിതം നടപ്പാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. രണ്ടുപേരുടെയും നയം ഒന്നാണ് എന്നതാണ്. ഇപ്പൊ പലതവണ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? PM ശ്രീ നടപ്പാക്കി കഴിഞ്ഞു, ഫണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്ന തരത്തിൽ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു നമ്മൾ കണ്ടില്ലേ? ഇപ്പോ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസെല്ലാം തീർന്നു, സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു എന്നടക്കം ഒരു മുഖ്യമന്ത്രിയാണ് പച്ചയായ നുണ പറയുന്നത്. ഇത്രയും വലിയ സഹായ വൃന്ദങ്ങൾ കൂടെ ഉണ്ടല്ലോ, എല്ലാ തരത്തിലും അസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഉദ്യോഗസ്ഥ മേധാവിത്വം ഉള്ളവർ കൂടെയുണ്ട്. എന്നിട്ടാണ് ഇത്തരത്തിൽ പച്ചയായ നുണ പറഞ്ഞ് നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നിസ്സഹായ സാഹചര്യം, എന്താണ് ഈ അനിവാര്യത? അവർ തന്നെ പറഞ്ഞത് ഇതെങ്ങനെ നടപ്പാക്കാതിരിക്കാൻ കഴിയും, എഗ്രിമെന്റ് വച്ചതിന് ശേഷം പിന്നോട്ട് പോകാൻ എങ്ങനെ പറ്റും എന്നതിനെ കുറിച്ച് മന്ത്രിമാർ പഠിക്കട്ടെ. ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ UDF ഇത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ്? പണ്ട് പഞ്ചാബ് ഇങ്ങനെ ഒപ്പിട്ടു 2022 ഒക്ടോബറിൽ. പിന്നെ വന്ന ജൂലൈ മാസത്തിൽ അവർ പിന്മാറി. പഞ്ചാബ് ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ഒപ്പിട്ടത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ 3 സംസ്ഥാനങ്ങളാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് അവരുടെ, അതായത് കേന്ദ്ര സ്കൂളുകളല്ലാതെ സംസ്ഥാനത്തിന്റെ അണ്ടറിലുള്ള സ്കൂളുകളിൽ ഒന്നും നടപ്പിലാക്കാതിരുന്നത്. ഒന്ന് തമിഴ്നാടാണ്, ഒന്ന് കേരളമാണ്, ഒന്ന് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായി. ആ ജബി മേത്തർക്ക് കൊടുത്ത മറുപടിയിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അവിടെ ഏറ്റവും ഒടുവിൽ PM ശ്രീക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നു എന്നത്. തമിഴ്നാട് ഇപ്പോഴും ആ നിലപാടിൽ നിന്ന് മാറ്റിയിട്ടില്ല. പക്ഷെ കേരളത്തിൽ എങ്ങനെയാണോ പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലേറിയത്, അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് സമാനമായ മാറ്റം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആശ്ചര്യപ്പെടുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് ഇവിടെ BJP അധികാരത്തിലേറിയിട്ടില്ല, പകരം കോൺഗ്രസ് ആണ് എന്നതാണ്. തീർച്ചയായും 3 സീറ്റ് കിട്ടിയാൽ എങ്ങനെ BJPക്ക് കേരളം ഭരിക്കാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ കേരളം മാറിയില്ലേ? ഇപ്പോ ആദ്യം ഞാൻ സൂചിപ്പിച്ചു PN നിയാസിന്റെ അദ്ദേഹത്തിന്റെ ഒരു കമന്റ്. അതേപോലെ തന്നെ BJPയുടെ നേതാക്കന്മാരെല്ലാം വളരെ സന്തുഷ്ടരാണ്. ഒന്ന് കാണാൻ അനുവാദം കിട്ടാതെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് തിരുവനന്തപുരത്തൂടെ അലയുമ്പോ, ഒന്ന് മുഖം കാണിക്കാൻ പോലും അനുവാദം കിട്ടാതെ KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടേറിയറ്റിലൂടെ അലയുമ്പോഴാണ് RV ബാബുവും അതുപോലെ ശശികലയും അടക്കമുള്ള നേതാക്കന്മാർക്ക് വലിയ തരത്തിൽ കാണാനും സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും കിട്ടുന്ന അനുവാദം നമ്മൾ കണ്ടു. അതുപോലെ അടുത്ത കാലത്തെടുത്ത നിരവധി തീരുമാനങ്ങൾ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സെനറ്റ് മെമ്പർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ നയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ചാൻസലർക്കെതിരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാം, നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അക്ഷരം കേന്ദ്ര ഗവൺമെന്റിനെതിരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഡൽഹിയിലടക്കം സമരം നടത്തുകയും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടക്കുന്നതും കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ട ഒരു വാക്കെങ്കിലും പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. എന്നിട്ട് എന്താ പറഞ്ഞേ? കേന്ദ്രവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളില്ല, ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലിന് ഞങ്ങളില്ല എന്ന് എത്ര തവണയാണ് ആവർത്തിച്ചത്? ഏറ്റുമുട്ടണമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ പറയേണ്ട അഭിപ്രായം കൃത്യമായിട്ട് പറയണ്ടേ? കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ കണ്ടല്ലോ, ഒരു ആഭ്യന്തരമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണ്, വിജിലൻസ് ഇത് ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു എന്നതടക്കമുള്ള ഇതുവരെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ നമ്മൾ കാണുകയാണ്. ഇത് എങ്ങോട്ടാണ്? 70 ദിവസത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള യൂടേണുകൾ.
എത്രയോ യൂട്ടേണുകൾ നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അത് മദ്യനയമാണെങ്കിലും അതുപോലെ തന്നെ PM ശ്രീ ആണെങ്കിലും അതുപോലെ തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും എത്രയോ എടുത്ത നിലപാടുകൾ RSSന്റെ മുന്നിൽ പണയം വയ്ക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് RSSന്റെ ഒരു പ്രസ്താവനയില്ല, കോൺഗ്രസ് BJP നേതാക്കന്മാർക്ക് ഒരു പത്രസമ്മേളനം ഇല്ല. കാരണം അവർ ആഗ്രഹിക്കുന്നത് നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റ് വന്നിരിക്കുന്നു. അവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്, അവർ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് കൃത്യമായിട്ട് നടപ്പാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് മറുപടി പറഞ്ഞേ പറ്റൂ. എന്താണ് ഈ അനിവാര്യത? ഇങ്ങനെ ഒരു വിഷയത്തിന് മറുപടി പറയാനുള്ള തയ്യാറെടുപ്പോട് കൂടിയും മറുപടി പറയേണ്ടി വരുമെന്ന ഉറപ്പോട് കൂടിയും തന്നെയായിരിക്കും ഈ തീരുമാനം സ്വാഭാവികമായും എടുത്തിട്ടുണ്ടാവുക. ആ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം VD സതീശൻ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ ഈ ഘട്ടത്തിൽ വിചാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് പറയണമെന്ന് തോന്നുമ്പോൾ ഒരുപക്ഷെ അടുത്ത ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷമൊക്കെ അദ്ദേഹം സംസാരിക്കുമായിരിക്കും. അതുവരെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഒഴിഞ്ഞു പോകാനും സാധ്യതയും ഉണ്ടായിരിക്കും. Debate with Madhu Saji.